ഇറാൻ ചർച്ചയുടെ ആദ്യഘട്ടം മസ്കറ്റിൽ പൂർത്തിയായതിനു പിന്നാലെ സംഘർഷത്തിൽ നിർണായകമായേക്കാവുന്ന കൂടിക്കാഴ്ച വാഷിംഗ്ടണിൽ നടക്കും. ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹു US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ചർച്ച നടത്തും. US ഇറാൻ അനൌദ്യോഗിക ചർച്ചകളുടെ പുരോഗതി ഇരു നേതാക്കളും വിലയിരുത്തും. ഖത്തറിലെ അൽ ഉദൈദ് സൈനിക കേന്ദ്രത്തിൽ US കൂടുതൽ വ്യോമ പ്രതിരോധ മിസൈലുകൾ സ്ഥാപിച്ചതായി റിപ്പോർട്ടുകളുമുണ്ട്. ഇറാൻ ആക്രമണം ഉണ്ടായാൽ പ്രതിരോധിക്കാൻ ട്രക്കുകളിൽ സ്ഥാപിച്ച പാട്രിയറ്റ് മിസൈൽ ലോഞ്ചറുകളാണ് വിന്യസിച്ചിരിക്കുന്നത്. US ആക്രമണം ഉണ്ടായാൽ മിഡിൽ ഈസ്റ്റിലെ US സൈനിക കേന്ദ്രങ്ങളിൽ തിരിച്ചടിക്കുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ഖത്തറിന് പുറമെ ഇറാഖ്, ജോർദാൻ, കുവൈറ്റ്, സൗദി അറേബ്യ, ബഹ്റിൻ, UAE, ഒമാൻ, തുർക്കി, ഡീഗോ ഗാർഷ്യ എന്നിവിടങ്ങളിലാണ് മേഖലയിലെ US സേനാ കേന്ദ്രങ്ങളുള്ളത്. അതിനിടെ ഇറാനുമായുള്ള ആണവ ചർച്ചയിൽ കൂടുതൽ വിഷയങ്ങൾ ഉൾപ്പെടുത്തുന്നത് സംബന്ധിച്ച് സമ്മർദ്ദം ചെലുത്താൻ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ചർച്ച നടത്താൻ US യാത്ര തിരിക്കാൻ ഒരുങ്ങുകയാണ്. ട്രംപിന്റെ മരുമകനും മിഡിൽ ഈസ്റ്റ് ഉപദേഷ്ടാവുമായ ജാരഡ് കുഷ്ണറും ട്രംപിന്റെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫും ജെറുസലേമിൽ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി 2 ആഴ്ച കഴിഞ്ഞാണ് നെതന്യാഹുവിന്റെ സന്ദർശനം. വെള്ളിയാഴ്ച US പ്രതിനിധികൾ ഇറാൻ വിദേശകാര്യമന്ത്രിയുമായി ഒമാനിൽ ചർച്ച നടത്തിയിരുന്നു. യുറേനിയം സമ്പുഷ്ടീകരണം അവസാനിപ്പിക്കുക, ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി പിൻവലിക്കുക, തീവ്രവാദ ഗ്രൂപ്പുകളുമായുള്ള ബന്ധം വിച്ഛേദിക്കുക തുടങ്ങിയവയാണ് ഇസ്രയേൽ ഇറാനോട് ഏറെ നാളായി ആവശ്യപ്പെട്ടിരുന്നത്. ഉപരോധത്തിൽ ഇളവ് വരുത്തുന്നതിന് പകരം ആണവ പദ്ധതിയിൽ ചില വ്യവസ്ഥകൾ മാത്രമേ അംഗീകരിക്കൂ എന്നാണ് ഇറാൻ നിലപാട്. ഇറാനെതിരെ കൂടുതൽ സൈനിക നടപടിക്കുള്ള സാധ്യതയും ചർച്ചകളിൽ ഉയർന്നേക്കാം. അതിനിടെ രാജ്യാന്തര വിപണികളെ ആശങ്കയിലാഴ്ത്തി ഇറാൻ അമേരിക്ക സംഘർഷം പുതിയ തലത്തിലേക്ക് നീങ്ങുന്നുമുണ്ട്. ഇറാന് നിർണായക സ്വാധീനമുള്ള ഹോർമുസ് കടലിടുക്കിൽ US കപ്പലുകൾ പിടിച്ചെടുക്കാൻ ശ്രമവും നടന്നു. ചെറുബോട്ടുകളും ഹെലികോപ്റ്ററും ഉപയോഗിച്ച് വാണിജ്യ കപ്പലുകൾ പിടിച്ചെടുക്കാൻ ഇറാൻ ശ്രമിച്ചതായാണ് രാജ്യാന്തര മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. പിന്നാലെ മേഖലയിലൂടെ സഞ്ചരിക്കുന്ന US പതാകയുള്ള കപ്പലുകൾ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പുമായി അമേരിക്കയും രംഗത്തെത്തി. ഇറാൻ തീരത്തുനിന്ന് പരമാവധി അകലം പാലിക്കാനാണ് US മാരിടൈം അഡ്മിനിസ്ട്രേഷന്റെ നിർദ്ദേശം. കപ്പലുകളിൽ കടന്നുകയറാൻ ഇറാൻ സേന ശ്രമിച്ചാൽ കപ്പൽ ജീവനക്കാർ ബലം പ്രയോഗിച്ചവരെ തടയരുതെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. എന്നാൽ ഇത് കപ്പലുകൾ പിടിച്ചെടുക്കാൻ അനുവാദം നൽകുന്നുവെന്നല്ല അർത്ഥമാക്കേണ്ടത്. ഇറാൻ തീരത്ത് നിന്ന് പരമാവധി അകന്ന ഒമാൻ തീരത്തോട് ചേർന്ന കപ്പലുകൾ സുരക്ഷിതമായി സഞ്ചരിക്കുമെന്നുമാണ് നിർദ്ദേശം. കൂടാതെ മേഖലയിൽ സമാധാനം രൂപപ്പെടുത്താനുള്ള നയതന്ത്ര ചർച്ചകൾ അട്ടിമറിക്കാനുള്ള ഇസ്രയേൽ നീക്കം തിരിച്ചറിയണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് ഇറാൻ ആവശ്യപ്പെട്ടു. ആണവ കരാർ രൂപപ്പെടുന്നതിൽ പരാജയപ്പെട്ടാൽ ഇറാനെതിരെ സൈനിക നടപടിക്ക് ട്രംപ് അനുമതി നൽകിയേക്കുമെന്ന റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. അമേരിക്കയുമായുള്ള 2ാം വട്ട പരോക്ഷ ചർച്ചയ്ക്ക് മുന്നോടിയായി ഇറാൻ ദേശീയ സുരക്ഷാ മേധാവി അലി ലാറിജാനി ഇന്നലെ മസ്കറ്റിൽ ഒമാൻ നേതാക്കളുമായി ചർച്ച നടത്തി. ആണവ പദ്ധതിയിൽ ഒതുങ്ങിയാകും തുടർ ചർച്ചകളെന്നും മറിച്ചുള്ള വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും അലി ലാറിയാജിനി പ്രതികരിച്ചു. ഉപരോധത്തിൽ ഇളവ് വരുത്തുന്നതിന് പകരം ആണവ പദ്ധതിയിൽ ചില വ്യവസ്ഥകൾ മാത്രമേ അംഗീകരിക്കൂ എന്നാണ് ഇറാൻ നിലപാട്. കൂടാതെ വേണ്ടിവന്നാൽ അമേരിക്കൻ സൈനിക താവളങ്ങൾ ആക്രമിക്കാൻ മടിക്കില്ല എന്ന് ഇറാൻ പറയുകയും ചെയ്തു. ഏതെങ്കിലും ഘട്ടത്തിൽ അമേരിക്ക അതിസാഹസത്തിന് തുനിഞ്ഞാൽ ഗൾഫിലുള്ള അമേരിക്കയുടെ എല്ലാ സൈനിക താവളങ്ങളും ആക്രമിക്കുമെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി വ്യക്തമാക്കിയത്. അമേരിക്കൻ മണ്ണിലെത്തി ആക്രമിക്കുക അത്ര വേഗം സാധ്യമല്ല. പക്ഷേ തങ്ങളുടെ പ്രദേശത്തുള്ള അവരുടെ എല്ലാ കേന്ദ്രങ്ങളും കനത്ത തിരിച്ചടി നേരിടുമെന്ന് അൽ ജസീറയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ അരാഗ്ചി തുറന്നടിച്ചു. അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പരിധിയിലാണെന്നും അരാഗ്ചി സൂചിപ്പിച്ചു. കഴിഞ്ഞ വർഷം നടന്ന 12 ദിവസത്തെ യുദ്ധത്തിനിടെ 500-ലേറെ മിസൈലുകളാണ് ഇറാൻ ഇസ്രയേലിന് നേരെ തൊടുത്തത്. അതുകൊണ്ട് തന്നെ ഇറാന്റെ മിസൈൽ ഭീഷണിയെ ഗൗരവമായാണ് US എടുക്കുന്നത്. ഒമാനിൽ നടന്ന ചർച്ചയിൽ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകളെ കുറിച്ച് പരാമർശിക്കാൻ അമേരിക്ക ശ്രമിച്ചെങ്കിലും ഇറാൻ വഴങ്ങിയില്ല. ആണവകാര്യത്തിൽ മാത്രമാണ് ചർച്ചയെന്നും അതിനപ്പുറം ഒരു വിഷയങ്ങളും ഉദ്ദേശിക്കുന്നില്ലെന്നും ടെഹ്റാൻ നിലപാട് ഘടിപ്പിച്ചു. പ്രദേശത്ത് കനത്ത ആക്രമണം നടത്താൻ ശേഷിയുള്ള 2000-ഓളം മിഡ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാന്റെ കൈവശമുണ്ട് എന്നാണ് വാൾസ്ട്രീറ്റ് ജേണലിന്റെ റിപ്പോർട്ട്. ഗൾഫിലെങ്ങുമുള്ള US കേന്ദ്രങ്ങളിൽ എത്താൻ പാകത്തിലുള്ള ഹ്രസ്വദൂര മിസൈലുകളും ഇറാന്റെ പക്കലുണ്ട്. ഇറാന്റെ പ്രതിരോധത്തിൽ ബാലിസ്റ്റിക് മിസൈലുകൾക്ക് സുപ്രധാന പങ്കുണ്ടെന്നും ഏതു സാഹചര്യത്തെയും നേരിടാൻ രാജ്യത്തിന് അവ കരുത്തു പകരുന്നുണ്ടെന്നും ഇറാന്റെ ഡിഫൻസ് ഓഫ് ഡെമോക്രസിസ് ഫൗണ്ടേഷൻ സീനിയർ ഡയറക്ടർ ബെന്നം തലൂബ്തു വെളിപ്പെടുത്തിയിരുന്നു. അടിച്ചമർത്താനും പ്രതിരോധിക്കാനും ശിക്ഷിക്കാനും ഒരേ സമയം ഉപയോഗിക്കാവുന്ന ആയുധമാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.